വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പ്ലെയിൻ ടേബിൾ സർവേയിങ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് കോമ്പസ് ആയിരുന്നു. സോ പ്ലെയിൻ ടേബിൾ സർവേ എന്താണെന്ന് നോക്കാം. പ്ലെയിൻ ടേബിൾ സർവേ. അപ്പോൾ പ്ലെയിൻ ടേബിൾ സർവേ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഇതൊരു ഗ്രാഫിക്കൽ മെത്തേഡാണ്. നമ്മുടെ ഫീൽഡിൽ തന്നെ ഡയറക്റ്റ് പ്ലോട്ട് ചെയ്ത് സെറ്റ് ചെയ്തൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു സർവേയിങ് ആണ് പ്ലെയിൻ ടേബിൾ സർവേ എന്ന് പറയുന്നത്. ഇപ്പം മാഗ്നറ്റിക് ഏരിയാസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്ലെയിൻ ടേബിൾ സർവേ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ചെറിയ ഏരിയയിൽ അതുപോലെ മീഡിയം സ്കെയിൽ മാപ്പിംഗ് ഒക്കെ മാത്രമേ നമുക്ക് പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഈ ഡ്രോയിങ് ബോർഡും ട്രൈപോഡ് ഇതെല്ലാം തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്യാനുള്ളൊരു ഡിഫിക്കൽറ്റി പ്ലെയിൻ ടേബിൾ സർവേയിലുണ്ട്. വളരെയധികം ചീപ്പായിട്ടും റാപ്പിഡായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു സർവേ ആണ്. ഈ ഒരു സർവേക്ക് നമുക്ക് ഫീൽഡ് ബുക്ക് ആവശ്യമില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും മെഷർമെൻറ്റ്സ് നമ്മൾ ഒമിറ്റ് ചെയ്യുമോ എന്നുള്ള ഒരു ടെൻഷൻ വേണ്ട. കാരണം ഡയറക്റ്റ് ഫീൽഡിൽ നിന്ന് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ മെഷർമെൻറ്റ്സ് ഒമിറ്റ് ചെയ്യുന്നതിനുള്ള പോസിബിലിറ്റി കുറവാണ്, പക്ഷേ ആക്യുറസി കുറവാണ്. അതുപോലെ ഈ പറഞ്ഞ പോലെ ഈ എക്യുപ്മെൻറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് പോകുന്ന ആ ഒരു ക്യാരി ചെയ്യുന്നത് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. പിന്നെ മെയിനായിട്ട് പറഞ്ഞാൽ വെറ്റ് ക്ലൈമറ്റ്സിൽ അല്ലെങ്കിൽ വെറ്റ് കണ്ടീഷൻസിൽ നമുക്ക് ഈ പറയുന്ന പ്ലെയിൻ ടേബിൾ സർവേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്ലെയിൻ ടേബിൾ സർവേയുടെ ജനറലായിട്ട് നമുക്ക് നോക്കുന്നത്. എന്നുവെച്ചാൽ ജനറലായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി മെയിനായിട്ട് നമ്മുടെ ഈ പ്ലെയിൻ ടേബിൾ സർവേയുടെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിക്കാം. കാരണം തൊട്ട് മുന്നേ കോമ്പസ് പറഞ്ഞ സമയത്തും നമ്മൾ അതിൻ്റെ പ്രിൻസിപ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രാവേഴ്സിങ്. അതുപോലെ തന്നെ പ്ലെയിൻ ടേബിൾ സർവേയിലും ഇതിനൊരു പ്രിൻസിപ്പിളുണ്ട്. എന്താണ് പ്ലെയിൻ ടേബിൾ സർവേയുടെ പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചാൽ അതാണ് പാരലിസം. എന്താണ്? പാരലിസം അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ. പാരലിസം അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ. അപ്പം പ്രിൻസിപ്പിൾസ് ഓഫ് എന്താണ് പ്ലെയിൻ ടേബിൾ സർവേ എന്ന് ചോദിച്ചാൽ പാരലിസം അത് അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ എന്ന് നമുക്ക് പറയാം. ഇനി പ്ലെയിൻ ടേബിളിൽ യൂസ് ചെയ്യുന്ന ടൂൾസ് നോക്കാം. മെയിനായിട്ട് നമ്മൾ പ്ലെയിൻ ടേബിളിൽ യൂസ് ചെയ്യുന്നത് ആദ്യത്തേത് പ്ലെയിൻ ടേബിൾ തന്നെയാണ്. പിന്നെ ആ പ്ലെയിൻ ടേബിൾ വയ്ക്കാനായിട്ട് ട്രൈപോഡ് ഉണ്ട്, അതിനുശേഷം അലിഡൈഡ് ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇത്രയുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഫിഗറിൽ കാണുന്നത് പോലെയാണ് നമ്മുടെ പ്ലെയിൻ ടേബിൾ, അലിഡൈഡ്, ട്രൈപോഡൊക്കെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഡയറക്ഷൻസ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പിരിറ്റ് ലെവൽ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ പ്ലംബിംഗ് ഫോർക്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ പ്ലെയിൻ ടേബിളിൽ യൂസ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഇതിൽ തന്നെ പ്ലംബിംഗ് ഫോർക്ക് യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ സെൻറ്ററിങ് പ്രോസസ്സില്ലേ, സെൻറ്ററിങ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലംബിംഗ് ഫോർക്ക് യൂസ് ചെയ്യുന്നത്. ആ സെൻറ്ററിങ് പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മുടെ ലെവലിങ്ങിൽ സെൻറ്ററിങ് ചെയ്യുന്നതിൽ ഒരു ചെറിയൊരു പ്രത്യേകതയുണ്ട്. ഈ സെൻറ്ററിങ്ങും ലെവലിങ്ങും നമ്മൾ അറ്റ് എ ടൈമാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു കാര്യം കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അങ്ങോട്ട് പോകുമ്പോൾ നമ്മളിത് പറയുന്നുണ്ട്. സോ അപ്പോൾ ഓരോ ഇൻസ്ട്രുമെൻ്റായിട്ട് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ പ്ലെയിൻ ടേബിൾ. പ്ലെയിൻ ടേബിളിൽ മെയിനായിട്ട് പ്ലെയിൻ ടേബിൾ എന്ന് പറയുമ്പം ഒരു ഡ്രോയിങ് ബോർഡാണ് ഈ പ്ലെയിൻ ടേബിൾ എന്ന് പറയുന്നത്. റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ഒരു ടേബിൾ ടോപ്പായിരിക്കും. വെൽ സീസൺഡ് വുഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പൈന്, ടീക്ക് ഇതുപോലത്തെയൊക്കെ വുഡ് കൊണ്ടാണ് നമ്മൾ ഈ ഡ്രോയിങ് ബോർഡ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ കോമൺലി ഉള്ള ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 75 സെൻറ്റിമീറ്റർ ഇൻറ്റു 60 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഈ പറയുന്ന ഡ്രോയിങ് ബോർഡ് എന്ന് പറയുന്നത് ട്രൈപോഡിൻ്റെ മുകളിലാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഈ കാണുന്നില്ല, ഇതാണ് നമ്മുടെ പ്ലെയിൻ ടേബിൾ എന്ന് പറയുന്നത്. ആ ഒരു പ്ലെയിൻ ടേബിളിനെ ഈ ഒരു ട്രൈപോഡിൻ്റെ മുകളിൽ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഫിക്സ് ചെയ്ത് വയ്ക്കുന്നത്. ഇനി ഈ ഡ്രോയിങ് ബോർഡിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു പ്ലെയിൻ ടേബിളിനെ കുറിച്ച് പറയുമ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ ലെവലിംഗ് മെക്കാനിസം 3 രീതിയിലാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിമ്പിൾ ട്രാവേഴ്സ് ടേബിളാണ്. ഫസ്റ്റത്തേത് സിമ്പിൾ ട്രാവേഴ്സ് ടേബിൾ. ഈ സിമ്പിൾ ട്രാവേഴ്സ് ടേബിൾ എന്ന് പറയുമ്പം ലൈറ്റ്സ് അല്ലെങ്കിൽ സ്മോൾ വർക്ക്സിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് ഇവിടെ ലെഗാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ലെഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് സിമ്പിൾ ട്രാവേഴ്സ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ജോൺസൺസ് ടേബിൾ. എന്താണ് ജോൺസൺസ് ടേബിൾ എന്ന് ചോദിച്ചാൽ നമ്മൾ ഓർഡിനറി വർക്ക്സിനാണ് യൂസ് ചെയ്യുന്നത്. ജോൺസൺസ് ടേബിൾ ലെവലിംഗ് ഹെഡിലുള്ള സ്ക്രൂസ്, അപ്പർ സ്ക്രൂസും ലോവർ സ്ക്രൂസും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓറിയൻറ്റേഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ലെവൽ ഹെഡിൽ യൂസ് ചെയ്യുന്ന ജോയിൻ്റ് ചോദിക്കുകയാണെങ്കിൽ അത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ് ജോൺസൺസ് ടേബിൾസിൽ യൂസ് ചെയ്യുന്നത്. അടുത്ത് ഒരു ടൈപ്പ് കൂടെ ഉണ്ട്, കോസ്റ്റ് സർവേ ടേബിൾ. കോസ്റ്റ് സർവേ ടേബിൾ എന്ന് പറഞ്ഞാൽ വളരെയധികം ആക്യുറേറ്റ് ആയിട്ടുള്ള വർക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ
കോസ്റ്റ് സർവേ ടേബിൾ യൂസ് ചെയ്യുന്നത്. ഇതിന് ലെവലിംഗ് ഹെഡ് തന്നെയാണ്. ലെവലിംഗ് ഹെഡിലുള്ള 3 ഫുഡ് സ്ക്രൂസ് ബേസ് ചെയ്തിട്ടാണ് അവിടുത്തെ ലെവലിംഗ് മെക്കാനിസം നടത്തുന്നത്. അപ്പം മെയിനായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞത് 3 എണ്ണമാണ്. ഒന്ന് സിമ്പിൾ ട്രാവേഴ്സ്, ചെറിയ സ്മോൾ അല്ലെങ്കിൽ ലൈറ്റ് വർക്ക്സിന് യൂസ് ചെയ്യാം. ലെഗിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വഴിയാണ് അവിടെ ലെവലിംഗ് ചെയ്യുന്നത്. രണ്ടാമത് പറഞ്ഞത് ജോൺസൺസ് ടേബിളാണ്. ജോൺസൺസ് ടേബിളിൻ്റെ സൈസ് ഒന്ന് നോട്ട് ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞ 75 × 60 സെൻറ്റിമീറ്റർ തന്നെ. പിന്നെ ഒരു സൈസ് കൂടെ അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്, 45 സെൻറ്റിമീറ്റർ × 60 സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ 60 × 45 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇതും ഓർഡിനറി വർക്ക്സിനാണ് യൂസ് ചെയ്യുന്നത്. അവിടെ ലെവലിംഗ് ഹെഡ് ബേസ് ചെയ്തിട്ടാണ്, ലെവലിംഗ് ഹെഡിലുള്ള അപ്പർ സ്ക്രൂസും ലോവർ സ്ക്രൂസും യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഓറിയൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോസ്റ്റ് സർവേ, മൂന്നാമത് പറഞ്ഞ കോസ്റ്റ് സർവേ ടേബിളാണ്. അവിടെ ലെവലിംഗ് ഹെഡിലുള്ള 3 ഫുഡ് സ്ക്രൂസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ലെവലിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ലെവലിംഗ് മെക്കാനിസം ചെയ്യുന്നത്. അതുപോലെ ട്രൈപ്പോഡിൽ പറയാനാണെങ്കിൽ പ്ലെയിൻ ടേബിൾ മൗണ്ട് ചെയ്തിരിക്കുന്ന ട്രൈപ്പോഡിലാണ്. ജനറലി ഒരു ഓപ്പൺ ഫ്രെയിം ടൈപ്പാണ് നമ്മുടെ ട്രൈപ്പോഡ് എന്ന് പറയുന്നത്. നല്ല റിജിഡായിട്ട് ഒരു ലൈറ്റ്നെസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രൈപ്പോഡ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം ഫോൾഡ് ചെയ്യാനും നമുക്ക് ആ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഈസി ആവുന്ന രീതിയിലായിരിക്കും ട്രൈപ്പോഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ട്രൈപ്പോഡിലെന്ന് പറഞ്ഞാൽ 3 ഫുഡ് സ്ക്രൂസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലെവലിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് ട്രൈപ്പോഡ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് അലിഡേഡ് ആണ്. ഈ ഫിഗറിൽ കണ്ടില്ലേ, ഇതാണ് അലിഡേഡ് എന്ന് പറയുന്നത്. സൈറ്റ് ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ പ്ലോട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ അലിഡേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മെയിനായിട്ട് ലൈൻ ഓഫ് സൈറ്റ് ആണ് നമ്മുടെ അലിഡേഡിൽ വരുന്നത്. യൂസ്ഫുൾ ഫോർ എസ്റ്റാബ്ലിഷിങ് എ ലൈൻ ഓഫ് സൈറ്റ്. ഇനി ഈ ഒരു അലിഡൈഡിൻ്റെ എഡ്ജിന്, റൂളിംഗ് എഡ്ജ് എന്ന് വെച്ചാൽ ഇവിടെ സ്കെയിൽ പോലെ മെഷർമെൻറ്റ് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ, ഈ ഒരു റൂളിംഗ് എഡ്ജിൽ ഗ്രാജുവേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എഡ്ജിനെ നമ്മൾ പറയുന്ന പേര് വർക്കിംഗ് എഡ്ജ് അല്ലെങ്കിൽ ഫിഡൂഷ്യൽ എഡ്ജ് എന്ന് പറയാം. എന്താണ് ഫിഡൂഷ്യൽ എഡ്ജ്? ഈ ഒരു റൂളിംഗ് എഡ്ജിന്, അലിഡൈഡിൻ്റെ ഈ റൂളിംഗ് എഡ്ജിനെ ഫിഡൂഷ്യൽ എഡ്ജ് അല്ലെങ്കിൽ വർക്കിംഗ് എഡ്ജ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഫിഡൂഷ്യൽ എഡ്ജ് അല്ലെങ്കിൽ വർക്കിംഗ് എഡ്ജ്. ഇനി ഈ സൈറ്റിംഗ് മെക്കാനിസം അനുസരിച്ച് തന്നെ അലിഡൈഡിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്ലെയിൻ അലിഡൈഡ് ഓർ ടെലസ്കോപ്പ് അലിഡൈഡ്. പ്ലെയിൻ അലിഡൈഡ് ആൻഡ് ടെലസ്കോപ്പിക് അലിഡൈഡ്. പ്ലെയിനെ തന്നെയാണ് സിമ്പിൾ അലിഡൈഡ് എന്ന് പറഞ്ഞേക്കുന്നത്. ഇതിൽ പ്ലെയിൻ അലിഡൈഡ് നമുക്ക് നോക്കാം. ഓർഡിനറി വർക്ക്സിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ അലിഡൈഡ് എന്ന് പറയുമ്പോൾ ഗൺ മെറ്റൽസ് അല്ലെങ്കിൽ വുഡൻ റൂൾസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 2 വേർട്ടിക്കൽ വെയിൻസ് ഉണ്ട് എൻഡിൽ. ഐ വെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിലൊരു നാരോ സിൽറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒബ്ജക്റ്റ് വെയിൻ എന്ന് പറയുന്നത് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ 2 സിൽറ്റും നമ്മുടെ ലൈൻ ഓഫ് സൈറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഹില്ലി ഏരിയാസിൽ നമുക്ക് പ്ലെയിൻ അലിഡൈഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഓർഡിനറി വർക്കിനാണ് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഹില്ലി ഏരിയാസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഐ വെയിൻ നോക്കുകയാണെങ്കിൽ നാരോ സിൽറ്റും, ഒബ്ജക്റ്റ് വെയിൻ നോക്കുകയാണെങ്കിൽ സെൻട്രൽ ഒരു വയറോട് കൂടിയുള്ള ഒരു സിൽറ്റും ആയിരിക്കും അവിടെ കൊടുത്തിരിക്കുന്നത്. സെൻട്രൽ വയർ ബേസ് ചെയ്തിട്ടുള്ള ഒരു വൈഡ് വിട്ട് ആയിരിക്കും ഈ പറയുന്ന ഒബ്ജക്റ്റ് വെയിനിൽ വരുന്നത്. അടുത്തത് ഈ കാണുന്നതാണ് സിമ്പിൾ അലിഡൈഡ്. അപ്പോൾ ടെലസ്കോപ്പിക് അലിഡൈഡ് എന്ന് പറയുമ്പോൾ ഈ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലൈൻ ഓഫ് സൈറ്റ് ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ആക്യുറേറ്റഡ് വർക്ക്സിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ടെലസ്കോപ്പിക് അലിഡൈഡ് യൂസ് ചെയ്യുന്നത്. ഹില്ലി ഏരിയാസിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ടെലസ്കോപ്പിക് അലിഡൈഡ്. ഈ കാണുന്നതാണ് ടെലസ്കോപ്പിക് അലിഡൈഡ്. ഇനി ബാക്കിയുള്ള ആക്സസറീസിലോട്ട് നമുക്ക് പോവാം. അടുത്ത് പറയുന്നത് ട്രഫ് കോമ്പസ് ആണ്. ട്രഫ് കോമ്പസ് എന്ന് പറയുമ്പം നോർത്ത് ഓറിയൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രഫ് കോമ്പസ് യൂസ് ചെയ്യുന്നത്. അറിയാലോ, നോർത്ത് ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച പോലെ തന്നെ മാഗ്നറ്റിക് മെറിഡിയൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോമ്പസിൽ കൊടുത്തേക്കുന്നത്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫ്രീലി സസ്പെൻഡഡ് ആയിട്ടുള്ള നീഡിൽസ് കാണും. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഏകദേശമുള്ള എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ ഈ ഒരു ട്രഫ് കോമ്പസിൻ്റെ ലെങ്ത് ഏകദേശം 8 to 15 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. വിഡ്ത്ത് 3 സെൻറ്റിമീറ്ററും ആണ് വരുന്നത്. ഗ്രാജുവേഷൻസ് എന്ന് പറയുമ്പം 0 എന്ന് പറയുന്നത് അറ്റ് മിഡിൽ ആൻഡ് 5 ഡിഗ്രി ഓൺ എയ്തർ സൈഡാണ് വരുന്നത്. ഇതാണ് ട്രഫ് കോമ്പസ്. അടുത്ത് പറയുന്നത് സ്പിരിറ്റ് ലെവലാണ്. നമ്മൾ സ്പിരിറ്റ് ലെവൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ടേബിളിൻ്റെ ഹൊറിസോണ്ടാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പിരിറ്റ് ലെവൽ യൂസ് ചെയ്യുന്നത്. ഫ്ലാറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സ്പിരിറ്റ് ലെവലാണ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ പിക്ചർ.
നമ്മൾ ഈ ബബിളിൻ്റെ മൂവ്മെൻറ്റ് ബേസ് ചെയ്തിട്ട് കറക്റ്റ് അത് സെൻറ്റർ ആവുന്ന വെച്ചിട്ടൊക്കെയാണ് നമ്മളവിടെ ലെവലിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രാക്ടിക്കൽ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത് പറയുന്നതാണ് യു ഫോർക്ക് വിത്ത് പ്ലംബോ. ഇതെന്ന് പറഞ്ഞാൽ യു ഷേപ്പിൽ മെറ്റൽ ഫ്രെയിംസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലൊരു അപ്പർ ഹൊറിസോണ്ടൽ ആമും ഉണ്ട്, ലോവർ ഇൻക്ലൈൻഡ് ആമും ഉണ്ട്. ഓക്കെ, ഈ കാണുന്നതാണ് ഈ ഒരു സംഭവമാണ് ഈ പറഞ്ഞ യു ഫോർക്ക് വിത്ത് പ്ലംബോബ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു അപ്പർ പോർഷൻ, ഇതിന് അപ്പർ പോർഷനും അതുപോലെ തന്നെ ഇതിലൊരു ലോവർ പോർഷനും ഉണ്ട്. അപ്പോൾ ഈ അപ്പർ ആം എന്ന് പറയുന്നത്, അപ്പർ ഹൊറിസോണ്ടൽ ആം എന്ന് പറയുമ്പം നമ്മൾ ഡ്രോയിങ് ഷീറ്റിൽ പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കും. ലോവറിലെന്ന് പറയുമ്പം ജസ്റ്റ് ഇവിടെ ഒരു ഹൂക്ക് കാണും, ഈ കാണുന്നതാണ് ഹൂക്ക്. ഈ ഹൂക്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലംബോബ് ഹാങ് ചെയ്തിടും. എന്നിട്ടാണ് നമ്മൾ എന്തിനാണ് പ്ലംബോബ് ഹാങ് ചെയ്തിടുന്നതെന്ന് ചോദിച്ചാൽ സെൻറ്ററിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ്, പോയിൻ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റേഷൻ പോയിൻറ്റ്സ് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പ്ലംബോബ് നമ്മൾ ഹാങ് ചെയ്ത് ഇടുന്നത്. നിങ്ങൾ ഈ കാണിച്ചിരിക്കുന്നത് പ്ലംബോബിൻ്റെ ഫിഗറാണ്. പിന്നെ നമ്മൾ മെയിനായിട്ട് വരുന്ന ഡ്രോയിങ് പേപ്പറാണ്. പ്ലോട്ട് ചെയ്യാൻ, നമ്മുടെ ഗ്രൗണ്ടിലെ ഡീറ്റെയിൽസ് ഒക്കെ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്രോയിങ് പേപ്പർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ് നോക്കാം. സിമ്പിൾ ആൻഡ് ചീപ്പർ ദാൻ ദി തിയോഡലൈറ്റ് സർവേയിങ്. നമ്മൾ ഓൾറെഡി അഡ്വാൻറ്റേജസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എങ്കിലും ഒന്നുകൂടെ നോക്കാം. മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ സ്കെയിൽസ് മാപ്സ്. No great skills is required to produce a satisfactory map, and work may be entrusted to a subordinate. It is useful in magnetic areas where compass may not be used. The mistakes in writing field books are eliminated. Then disadvantages or limitations. It is not intended for very accurate works. It is not suitable in monsoon. It is essentially a tropical instrument due to heaviness in the inconvenient to transport. Since there are so many accessories, there is likelihood of them being lost. ഓൾറെഡി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. നമ്മൾ തുടക്കത്തിൽ ഇത് തന്നെയാണ് പറഞ്ഞത്. ഇതും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് തന്നെയാണ്. എന്താണ് പ്രിൻസിപ്പിൾ? പാരലിസം അല്ലെങ്കിൽ ഓറിയൻറ്റേഷനാണ്. ഇനി സെറ്റ് ഔട്ട് ചെയ്യാണ്ട് അല്ലെങ്കിൽ വർക്കിംഗ് ഓപ്പറേഷൻസ് ഓഫ് പ്ലെയിൻ ടേബിളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സിംഗ് ആണ് വരുന്നത്. ഓക്കെ, ഫിക്സിംഗ് ആണ് ഫസ്റ്റത്തത്. ദെൻ ലെവലിങ്, സെൻറ്ററിങ്, ഓറിയൻറ്റേഷൻ. ഓക്കെ, ഇതിൽ ഫിക്സിങ് ഒന്നാമത്തെ മെത്തേഡ് പറഞ്ഞു. രണ്ടാമത് കറക്റ്റ് പറയുമ്പോൾ നമ്മൾ സെറ്റിംഗ് അപ്പ് എന്ന് പറഞ്ഞാണ് പറയുന്നത്. എന്താണ് സെറ്റിംഗ് അപ്പ്? ആ സെറ്റിംഗ് അപ്പിലാണ് ലെവലിങ്ങും സെൻറ്ററിങ്ങും ഓറിയൻറ്റേഷനും വരുന്നത്. അതുപോലെ മൂന്നാമത്തേത് സൈറ്റിങ്ങുമാണ്. അപ്പോൾ ഫിക്സിങ്, സെറ്റിംഗ് അപ്പ്, സെറ്റിംഗ് അപ്പിൻ്റെ അണ്ടറിലാണ് ലെവലിങ്, സെൻറ്ററിങ്, ഓറിയൻറ്റേഷൻ വരുന്നത്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലെവലിങ്ങും സെൻറ്ററിങ്ങും ചെയ്യുന്നത് സ്ഥിരം പ്ലെയിൻ ടേബിളിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. കാരണം സെൻറ്ററിങ്ങും ലെവലിങ്ങും മറ്റ് സർവേയിൽ ചെയ്യുന്ന പോലെയല്ല, ഇത് ഒരേ ടൈമിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സെൻറ്ററിങ് ആൻഡ് ലെവലിംഗ് ഷുഡ് ബി ഡൺ സൈമൾട്ടേനിയസ്ലി. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു പോയിൻ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇനി ഓറിയൻറ്റേഷൻ ചെയ്യാനായിട്ട് നമ്മൾ ട്രഫ് കോമ്പസും അതുപോലെ തന്നെ ബാക്ക് സൈറ്റിങ്ങും യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ മോസ്റ്റ് കോമൺലി അല്ലെങ്കിൽ ആക്യുറേറ്റഡ് ആയിട്ട് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ബാക്ക് സൈറ്റിംഗ് ആണ്. ഏതാണ്? ബാക്ക് സൈറ്റിംഗ് ആണ്. അടുത്തത് നമുക്കിതിൽ നോക്കാനുള്ളത് മെത്തേഡ്സ് ഓഫ് പ്ലെയിൻ ടേബിളിംഗ് അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് പ്ലെയിൻ ടേബിളാണ്. ഇതിൽ മെയിനായിട്ട് റേഡിയേഷൻ മെത്തേഡ്, ഇൻ്റർസെക്ഷൻ, ട്രാവേഴ്സ്, റിസെക്ഷൻ മെത്തേഡ്സ് ആണ് വരുന്നത്. ഇതിൻ്റെ ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് റേഡിയേഷൻ മെത്തേഡാണ്. റേഡിയേഷൻ മെത്തേഡ് എന്ന് പറയുമ്പം ഇതിൽ ഒരു സ്റ്റേഷനെ കാണും. ആ ഒരു സ്റ്റേഷനിൽ നിന്ന് മാത്രമായിരിക്കും നമ്മൾ സൈറ്റ് ചെയ്യുന്നത്. ഇൻസ്ട്രുമെൻറ്റ്സ് ചേഞ്ച് ചെയ്യുന്നില്ല. ഇൻസ്ട്രുമെൻറ്റ്സ് ചേഞ്ച് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇത് വളരെ ആക്യുറേറ്റഡ് ആയിട്ടുള്ള മെത്തേഡാണ്. നമ്മൾ പ്ലെയിൻ ടേബിൾ സർവേ എടുക്കുമ്പോൾ വളരെ ആക്യുറേറ്റഡ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് റേഡിയേഷൻ മെത്തേഡാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ഈ ഒരു ഒറ്റ പോയിൻ്റല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ഏരിയയിൽ മാത്രമേ ഇത് സെർവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ലെങ്ത് എല്ലാം നമ്മൾ ചെയിനോ ടേപ്പോ ഒക്കെ യൂസ് ചെയ്തിട്ട് അലിഡേഡ് യൂസ് ചെയ്ത് സൈറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇതിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ റേഡിയേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും ആക്യുറേറ്റഡ് ആണ്. ചെറിയ ഏരിയയിലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഒറ്റ സ്റ്റേഷനേ കാണത്തുള്ളൂ. അടുത്ത് പറയുന്നത് മെത്തേഡ് ഓഫ് ഇൻ്റർസെക്ഷൻ. ഇൻ്റർസെക്ഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇതിനെ നമുക്ക് ഗ്രാഫിക്കൽ ട്രയാങ്കുലേഷൻ മെത്തേഡ് എന്ന് പറയാം. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് ഇൻഅസസിബിൾ. എന്താണ് ഇൻഅസസിബിൾ പോയിൻറ്റ്സിൽ മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ സർവേ ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇൻ്റർസെക്ഷൻ മെത്തേഡ് പ്ലെയിൻ ടേബിളിൽ യൂസ് ചെയ്യുന്നത്. മെയിൻ കീവേഡാണ്. ഇൻഅസസിബിൾ പോയിൻറ്റ്സിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്, പ്ലെയിൻ ടേബിളിൻ്റെ മെത്തേഡ് ഏതെന്ന് ചോദിച്ചാൽ അത് ഇൻ്റർസെക്ഷൻ മെത്തേഡാണ്.
അടുത്തതാണ് മെത്തേഡ് ഓഫ് ട്രാവേഴ്സിങ്. പ്ലെയിൻ ടേബിൾ സർവേ ഒരുപാട് സ്റ്റേഷൻസിൽ എന്നുവെച്ചാൽ ഈ പ്ലെയിൻ ടേബിൾ സർവേയിൽ തന്നെ ഒരുപാട് സ്റ്റേഷൻസിൽ വച്ചിട്ട് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നതാണ് ട്രാവേഴ്സിങ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമ്മളിപ്പം ഒരു റോഡിൽ സർവേ ചെയ്യുന്നു, റിവറിൽ, റെയിൽവേസ്, ഇതൊക്കെ നമ്മൾ സർവേ ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. റിവർ നമുക്ക് പറയാൻ പറ്റത്തില്ല സ്പെസിഫൈ ചെയ്ത്, റോഡ്, റെയിൽവേ അതാണ് മെയിൻ. റോഡ്, റെയിൽവേയിലൊക്കെ ആണെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ട്രാവേഴ്സ് മെത്തേഡാണ്. കാരണം അവിടേക്കെന്ന് പറയുമ്പോൾ 1-2 സ്റ്റേഷൻസ് അല്ല നമ്മൾ എടുക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് അവിടെ സ്റ്റേഷൻസ് മാർക്ക് ചെയ്ത് അതിൽ നിന്നൊക്കെ നമ്മൾ മെഷർമെൻറ്റ് എടുത്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എറേഴ്സും കൂടുതലായിരിക്കും. സോ അതാണ് ട്രാവേഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ റിസെക്ഷൻ മെത്തേഡ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞില്ലെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാനാണ്. പക്ഷേ റിസെക്ഷൻ മെത്തേഡിലെന്ന് പറയുമ്പം നമുക്ക് മെയിനായിട്ട് ഇവിടെ വരുന്നത് സ്റ്റേഷൻ പോയിന്റ് മാർക്ക് ചെയ്യാനാണ്. മറ്റേതെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റേഷൻ പോയിന്റിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാനാണ്. ഇത് സ്റ്റേഷൻ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിസെക്ഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റിസെക്ഷൻ മെത്തേഡ്സിൽ നമ്മൾ ഡ്രോ ചെയ്യുന്ന റേസിനെ നമ്മൾ പറയുന്നത് റിസെക്റ്റേഴ്സ് എന്നാണ്. റിസെക്ഷൻ മെത്തേഡിൽ നമ്മൾ വരയ്ക്കുന്ന റേസിന് റിസെക്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. ഈ റിസെക്ഷനിൽ ചെയ്യുമ്പോൾ അപ്പോൾ റിസെക്ഷൻ മെത്തേഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ട്രഫ് കോമ്പസ് മെത്തേഡ്, ബാക്ക് സൈറ്റിംഗ്, 2 പോയിൻറ്റ് 3 പോയിൻറ്റ് പ്രോബ്ലം ഒക്കെയാണ് ഈ റിസെക്ഷനിൽ തന്നെ വരുന്ന മെത്തേഡ്സ്. ഇതിൽ ട്രഫ് കോമ്പസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ആക്യുറേറ്റഡ് ആയിട്ടുള്ളൊരു മെത്തേഡല്ല, അതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യാറുമില്ല. ബാക്ക് സൈറ്റിംഗ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ട്രഫ് കോമ്പസിനെ വെച്ച് നോക്കുമ്പോൾ ആക്യുറേറ്റഡ് ആണ്. ഇനി 2 പോയിൻറ്റ് പ്രോബ്ലം എന്ന് പറയുമ്പോഴത്തേക്കും ഏതെങ്കിലും 2 പോയിൻറ്റ് നമുക്കറിയാമായിരിക്കും, അത് വെച്ചിട്ടായിരിക്കും നമ്മൾ സ്റ്റേഷൻസ് ലൊക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് 2 പോയിൻറ്റ് പ്രോബ്ലം എന്ന് പറയാം. അതുപോലെ തന്നെയാണ് 3 പോയിൻറ്റ് പ്രോബ്ലം. ഏതെങ്കിലും അറിയാവുന്ന 3 പോയിൻറ്റ്സ് കാണും, ആ 3 പോയിൻറ്റ്സ് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സ്റ്റേഷൻസ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതിനെ നമ്മൾ 3 പോയിൻറ്റ് പ്രോബ്ലം എന്നാണ് പറയുന്നത്. ഈ 3 പോയിൻറ്റ് പ്രോബ്ലം തന്നെ മെയിനായിട്ട് 3 ടൈപ്പാണുള്ളത്. ഫസ്റ്റ് വൺ ബെസൽസ് മെത്തേഡ്, അല്ലെങ്കിൽ അതിനെ നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറയാം. ഓക്കെ, ബെസൽസ് മെത്തേഡ് അല്ലെങ്കിൽ ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറയാം. ഇതെന്ന് പറയുമ്പോൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. ദെൻ സെക്കൻഡ് വൺ മെക്കാനിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ഇതിനെ നമുക്ക് പറയാം ട്രേസിംഗ് പേപ്പർ മെത്തേഡ്. അപ്പോൾ ട്രേസിംഗ് പേപ്പർ മെത്തേഡ് എന്ന് വെച്ചാൽ വളരെയധികം ആക്യുറസി കുറഞ്ഞ ഒരു മെത്തേഡാണ്, ലീസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡാണ്. ദ ലാസ്റ്റ് വൺ ഈസ് ട്രയൽ ആൻഡ് എറർ മെത്തേഡിനെ തന്നെ നമ്മൾ ലെഹ്മാൻസ് മെത്തേഡ് എന്ന് പറയും. എന്താണ് ലെഹ്മാൻസ് മെത്തേഡ് എന്ന് പറയും? വളരെയധികം ആക്യുറേറ്റഡ് ആയിട്ടുള്ള 3 പോയിൻറ്റ് പ്രോബ്ലത്തിലെ മെത്തേഡ് ഏതെന്ന് ചോദിച്ചാൽ അത് ട്രയൽ ആൻഡ് എറർ അല്ലെങ്കിൽ ലെഹ്മാൻസ് മെത്തേഡാണ്. അപ്പോൾ ഇതിലെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഗ്രേറ്റ് സർക്കിളും കാണും, അതിൻ്റെ അകത്തൊരു ഗ്രേറ്റ് ട്രയാങ്കിൾസും നമുക്കിവിടെ കാണും. അപ്പോൾ ഇത് സൈറ്റ് ചെയ്ത് ഇതിൻ്റെ പോയിന്റ് വരുന്ന സമയത്ത് ഒറ്റ പോയിന്റ് വെച്ചാൽ ഈ ട്രയാങ്കിളായിട്ട് വരുന്ന സാധനം ലാസ്റ്റ് ഒറ്റ പോയിന്റ് ആയിട്ട് വരണം. ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിലൊരു ഗ്രേറ്റ് സർക്കിളും കാണും, അതുപോലെ തന്നെ ഗ്രേറ്റ് ട്രയാങ്കിളും കാണും. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് റിപ്പീറ്റ് ചെയ്ത് ഈ ട്രയാങ്കിൾ റെഡ്യൂസ് ചെയ്ത് ഒരു സിംഗിൾ പോയിൻ്റ് ആയിട്ട് വരണം. അതാണ് നമ്മൾ സ്റ്റേഷൻ പോയിൻ്റ് ആയിട്ട് എടുക്കുന്നത്.